ജീവന്റെ അമൃത് വഹിക്കുന്ന ഭൂമിയുടെ നാഡീ ഞരമ്പുകളാണ് ഓരോ നദികളും. അത്ഭുതാവഹമായ സാംസ്കാരിക സവിശേഷതകളുടെ അമൂല്യ ശേഖരങ്ങളാണ് ഓരോ നദീതടവും. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് പ്രാകൃത മനുഷ്യന്റെ മുന്നിൽ ജീവിത വികാസത്തിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചു നൽകിയത് ഈ ജീവിതവാഹികളായിരുന്നു. നദികൾ എപ്പോഴും അത്ഭുതം നിറയ്ക്കുന്ന പ്രകൃതി രൂപങ്ങളിൽ ഒന്നാണ്. ഹിമാലയ ശൃംഗത്തിലെ ഒരു പ്രദേശത്തു നിന്നും നേർത്ത നൂൽ പോലെ പിറന്ന് പല കൈവഴികൾ കൂടി ചേർന്ന് മഹാസമുദ്രങ്ങൾ പൊതിഞ്ഞൊഴുകുന്ന ഗംഗയുടെ ഒഴുക്ക് ആരിലാണ് അമ്പരപ്പ് സൃഷ്ടിക്കാത്തത്? ഉദ്ഭവം എവിടെ നിന്നായാലും ഒടുവിൽ സാഗര ഹൃദയങ്ങളിലേക്ക് നയിക്കുന്ന നദിയുടെ അജ്ഞാത വീഥികളും അത്ഭുതം തന്നെയല്ലേ? ആദിമകാലം മുതൽക്ക് തന്നെ മനുഷ്യന്റെ സഹജമിത്രമായി മാറുവാൻ നദികൾക്ക് കഴിഞ്ഞു. അമ്മയായും അച്ഛനായും ഗുരുവായും അന്നദാതാവായും നദികൾ മാറി. വിശ്വനാഗരികതയുടെ മാതൃകയായി വിശേഷിപ്പിക്കാവുന്ന സിന്ധു നദീതട സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരവും രൂപം പ്രാപിച്ചത് രണ്ട് മഹാനദികളുടെ തീരത്താണ്. നദികളില്ലാത്ത നാടിനെപ്പറ്റി സങ്കല്പിക്കുവാൻ നമുക്കാകുമോ? ഒരിക്കലുമില്ല എന്നതാണ് സത്യം. കാരണം നദികളില്ലാത്ത നാട് മരുഭൂമിക്ക് തുല്യമാണ്. നനവറ്റ ഭൂമിയിൽ ജീവന്റെ വേരറ്റു പോകുവാൻ ഏറെ നാൾ വേണ്ടിവരില്ല. ഭാരതീയ സംസ്കാരം നദിയെ ദേവതുല്യായി ആരാധിക്കുന്നു. അനേകം പവിത്ര വിശ്വാസങ്ങളുടെ ചരടുകൾ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗംഗയിലെ ജലത്തിന് ഒരാളുടെ സർവകർമ്മ പാപങ്ങളെയും ഇല്ലാതാക്കുവാനുള്ള ശക്തിയുണ്ടെന്നാണ് വിശ്വാസം. പിതൃക്കളുടെ മോക്ഷത്തിനായി അവരുടെ ചിതാഭസ്മം നദിയിലൊഴുക്കുന്ന ആചാരം ഭാരതത്തിലെമ്പാടുമുണ്ട്. ഭാരതത്തിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലേറെയും സ്ഥിതി ചെയ്യുന്നത് നദീതീരങ്ങളിലാണ്. ഉത്തരേന്ത്യയിൽ ഹരിദ്വാറും ദക്ഷിണേന്ത്യയിൽ ശബരിമലയുമൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. നദിയുടെ അനുപമ സൗന്ദര്യം വാഴ്ത്തിപ്പാടാത്ത കവികൾ കുറവാണ്. ഭാവനയുടെ ചിറകിലേറി സഞ്ചരിക്കുന്ന ആരെയും ആകർഷിക്കത്തക്ക വിശേഷ സിദ്ധി നദികൾക്കുണ്ട്. പ്രകൃതി സൗന്ദര്യത്തിന്റെ ആധാരശിലകളാണ് നദികൾ. ഇന്ന് തീർത്തും ദുരിതദശയിലാണ് ഓരോ നദികളും. പവിത്ര സ്ഥാനം നൽകി ദേവതുല്യം പൂജിക്കപ്പെട്ടിരുന്ന ആ നദികൾ മാലിന്യ കൂമ്പാരങ്ങളുടെ സംസ്കരണശാലകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഫാക്ടറികളിൽ നിന്നുള്ള രാസവസ്തുക്കളുടെ അവശിഷ്ടവും വിഷദ്രാവകങ്ങളും നദിയിലേക്കാണ് ഒഴുക്കിവിടുന്നത്. ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്ന ധാരാളം ദുഷ്ചെയ്തികൾക്ക് നദികൾ ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നദികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് വർദ്ധിച്ചു വരുന്ന മണലൂറ്റലും പ്ലാസ്റ്റിക്കുകളുടെ അമിതോപയോഗവും. പരിസ്ഥിതിയെ തകിടം മറിക്കുന്ന വിധത്തിൽ അതീവ രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മണലൂറ്റൽ പ്രശ്നം. നിയമം മൂലം ധാരാളം നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും നദീമുഖങ്ങളിൽ മണൽ കൊള്ള നടക്കുന്നുവെന്നത് നിരാശാജനകമായ സത്യമാണ്. ഈ ക്രൂരകൃത്യത്തിന് സാക്ഷികളായി ഒരു നീർപ്പരപ്പ് ഇന്ന് കേരളത്തിൽ ഒഴുകുന്നുണ്ട്. കേരള സമൃദ്ധിയുടെ നിറകുടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാരതപ്പുഴ. പണ്ട് നിളയുടെ സൗന്ദര്യം വാഴ്ത്തി എഴുതിയ സ്തൂലികകൾ ഇന്ന് ഈ നദിയുടെ മരണാവസ്ഥയെപ്പറ്റി എഴുതേണ്ട ഗതികേടിലാണ്. അനിയന്ത്രിതമായ മണലൂറ്റലാൽ ഇന്ന് നിളയുടെ പല ഭാഗങ്ങളും വരണ്ട മൺതിട്ടകളായി മാറിക്കഴിഞ്ഞു. നദികൾ മരിക്കുകയാണോ എന്ന ചോദ്യത്തിന് നാളുകൾ നീങ്ങും തോറും പ്രസക്തിയേറി വരികയാണ്. ഓരോ നദിയും വരണ്ട മണ്ണിന്റെ ചൂടറിഞ്ഞു തുടങ്ങുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യന്റെ ജീവിതവും വറുതിയുടെ ദിനങ്ങൾ ചേർക്കപ്പെടുകയാണ്. നദിയുടെ കളിയും ചിരിയും ലാളനയും ഏറ്റു വളർന്ന പ്രദേശങ്ങളാണ് ഓരോ നാടിൻ്റെയും ജീവൻ നിലനിർത്തുന്നത്. പുരോഗതിയുടെ പടവുകൾ കയറുമ്പോൾ പിന്നിട്ട വഴികളിൽ അദൃശ്യ ശക്തിയായി ഊർജം പകർന്ന നീരൊഴുക്കുകളെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കാം. വറ്റി വരളുന്ന നദികൾ ഒരു വശത്ത്, വെള്ളം മലിനമാക്കുന്നതിൽ മത്സരിക്കുന്ന മലയാളികൾ മറുവശത്ത്. വെള്ളമില്ലായകയാൽ വിദ്യാലയങ്ങൾ അടച്ചിടേണ്ട സാഹചര്യം പോലും ഇവിടെയുണ്ട്. കാലഭേദമില്ലാത്ത കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നു. ഔചിത്യബോധം തീരെയില്ലാതെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മുൻപിൽ നോക്കാതെയുള്ള ജീവിത രീതിയാണ് ജലമലിനീകരണത്തിന്റെ പ്രധാന കാരണം. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കുണ്ടാകുന്ന ജലജന്യ സാംക്രമിക രോഗങ്ങൾ രൂക്ഷമായ മാലിന്യ പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഹൗസ് ബോട്ടുകളിൽ നിന്നും നേരിട്ടുമല്ലാതെയും വരുന്ന മാലിന്യങ്ങൾ ജലാശയങ്ങളെ കുപ്പത്തൊട്ടികളാക്കി തീർക്കുന്നു. ജലസസ്യങ്ങളുടെ ശ്വസന വേരുകളിൽ എണ്ണപ്പാട മൂടുകയാൽ കൂട്ടത്തോടെ അവ നശിച്ചുകൊണ്ടിരിക്കുന്നു. കീടനാശിനികളുടെ വൻതോതിലുള്ള ഉപയോഗവും കയർ വ്യവസായം, കമ്പനികളിൽ നിന്ന് പുറന്തള്ളുന്ന രാസവസ്തുക്കൾ മുതലായവയും നദികളെ ആസന്ന മരണയാക്കുന്നു. ജനജീവിതത്തിലും സംസ്കാരത്തിലും ജീവിത രീതിയിലും ആചാരവിചാരങ്ങളിലും ക്ഷേത്രങ്ങളും നദികളും വലിയ ബന്ധം പുലർത്തിയിരുന്ന ആ കാലം വിസ്മൃതിയിൽ ആഴുകയാണ്.
രാസവളത്തിന്റെ അമിത ഉപയോഗം മൂലം ശുദ്ധജലത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് വലിയ ഭീഷണി ഉണ്ട്. നദീ സംരക്ഷണത്തിൽ മനുഷ്യരുടെ ഉദാസീനത ജലജീവികൾ കൂട്ടത്തോടെ മരണപ്പെടുന്നതിനും ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്നതിനും ഇടവരുത്തും. കൂടുതൽ കരുതലോടെ ജല ടൂറിസം പദ്ധതികളും പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ജൈവകൃഷിയുമൊക്കെ കൃത്യമായി പരിപാലിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് രാജ്യത്തെ സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നദികളുടെ സംരക്ഷണം വഴി നടത്തുവാൻ സാധിക്കുകയുള്ളൂ. വേണ്ടവണ്ണം ശ്രദ്ധിക്കാത്ത ഇന്നത്തെ സ്ഥിതി തുടർന്നാൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറും. ആരോഗ്യ പ്രശ്നങ്ങൾക്കും ജലജന്യ രോഗങ്ങൾക്കും ശുദ്ധജല ദൗർലഭ്യത്തിനും അത് വഴിയൊരുക്കും. കൂടുതൽ ജാഗ്രതയോടുകൂടി ജലത്തെ നമുക്ക് സമീപിക്കാം. വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ എന്ന് പറയാൻ ഇടവരുത്താതെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജലസമൃദ്ധിയെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കത്തക്ക രീതിയിൽ ബോധ്യവൽക്കരണങ്ങളും നമുക്ക് ഹൃദയത്തോട് ചേർക്കാം. നന്ദി, നമസ്കാരം.